السلام عليكم ورحمة الله وبركاته. الحمد لله الوكفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء أما بعد. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം റജബിന്റെ നില ഉദിച്ചത് മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അബല്യഅനാ ഷഹ്റ റമളാൻ. റബ്ബേ, ഞങ്ങളെ നീ റമളാനിൽ നീ ഞങ്ങളെ എത്തിക്കണേ എന്ന്. ആ ചോദ്യത്തിന്റെ ഫലമെന്നോളണം റമളാനിന്റെ ആദ്യ പത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്നത്. ഈ അറബിക് ഹിജ്റ കലണ്ടർ പ്രകാരം 12 മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് റമളാൻ എന്നുള്ളത്. ആ വിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ റബ്ബ് സുബ്ഹാനഹു വ തആല 3ആയി തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, ഇത്ഖ് മിനന്നാർ, നരകമോചനത്തിന്റെ 10. നാം നിന്ന് നിലകൊള്ളുന്ന ഈ റഹ്മത്തിന്റെ 10 റബ്ബ് സുബ്ഹാനഹു വ തആല 4 വിഭാഗത്തിനാണ് ഈ റഹ്മത്തിന്റെ 10 നൽകുന്നത് എന്ന് നബിയുനാ ഷഫീഉനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വിഭാഗം എന്നുള്ളത് ഭൂമിയിൽ കരുണ കാണിക്കുന്നവരോടാണ് എന്നാണ്. ശുദ്ധമാക്കപ്പെട്ട ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, യർഹമു മിൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിൽ സമാ. ആ ഭൂമിയിലുള്ളവരോട് നാം കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. നമ്മൾ ഈ ആധുനിക സാഹചര്യത്തിൽ നമ്മളിലേക്ക് ഒരു യാചകൻ വന്നാലും നാം അശ്രദ്ധനാവാതെ, നമ്മൾ ഒന്നുമില്ല എന്ന് പറയാതെ, നാം മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നമ്മിൽ നിന്നും കഴിയുന്ന സഹായം ആ യാചകനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് ഫർള് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരു വിഭാഗത്തിനാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ. നിശ്ചയം ഈ നിസ്കാരം എന്നുള്ളത് മോശപ്പെട്ട ചീത്ത ചിന്തകളിൽ നിന്നും ദുർപ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്ന്. ആയതിനാൽ ഈ ആധുനിക സാഹചര്യം മലിനരസമായി കൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കാരം എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഒന്നുകൂടി അടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. അപ്രകാരം തന്നെ നിസ്കാരം എന്നുള്ളത് ഖിയാമത്ത് നാളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ആദ്യമായി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് നിസ്കാരത്തിനെ പറ്റിയാണ് എന്നാണ്. മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് അസർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 4 റക്അത്ത് എന്നുള്ളത്. ശുദ്ധ ഹദീസിലൂടെ കാണാൻ സാധിക്കും, റഹിമല്ലാഹു ഇംറാൻ സല്ല ഖബല അസ്രി 4. ഈ സമയങ്ങളിൽ നാം എല്ലാവരും 4 റക്അത്ത് അസർ നിസ്കരിക്കുന്നവരാണ്. എന്നാൽ അതിന്റെ കൂടെ നാം അസറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്രകാരം ഇനി അഥവാ നമുക്കതിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അസർ നിസ്കാരത്തിന് ശേഷം നാം ആ 4 റക്അത്തിനെ നാം ഖളാ വീട്ടാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ പറയുന്നതിൽ ഒരു സുന്നത്ത് നിസ്കാരമാണ് അസർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. 4ാമത്തെ വിഭാഗം എന്നുള്ളത് ക്ഷമാശീലരായ ഒരു വിഭാഗത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പാതിയാണ്. ഏതൊരു മുഅ്മിനും സംബന്ധിച്ചിടത്തോളം ക്രോധാവനാവുന്നതിനേക്കാൾ നല്ലത് അവൻ ക്ഷമാശീലനാവുന്നതിലാണ്. ഒരിക്കൽ ഒരു സ്വഹാബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വസിയത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ തഗ്ളബ് എന്നാണ്. അത് നീ കോപിക്കരുത് എന്ന് പറഞ്ഞ് പിന്നീടും ഒരു വസിയത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ തഗ്ളബ് എന്നാണ്. ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നല്ലാഹ മഅസ് സാബിരീൻ, നിശ്ചയം റബ്ബ് സുബ്ഹാനഹു വ തആല ക്ഷമാശീലരോട് കൂടെയാണ് എന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഈ 4 വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.